ഹായ്, ഞാൻ ഡയറ്റീഷ്യൻ എഞ്ചിനീയർ രാധാകൃഷ്ണൻ ഫ്രം അനുഗ്രഹ ന്യൂട്രാസ്യൂട്ടിക്കൽ. നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ടീ, കോഫി ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്താൽ അത് നമ്മളെ ഡീഹൈഡ്രേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പേടി വരും. കാരണം നമ്മളെ സംബന്ധിച്ച് ടീ ആൻഡ് കോഫി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ശരിക്കും ഈ ടീ, കോഫി ഡീഹൈഡ്രേറ്റിംഗ് ആണോ, ഇല്ലെങ്കിൽ ഈ ടീ, കോഫിയിലെ ഏത് കമ്പോണൻ്റ് ആണ് അതിനെ ഡീഹൈഡ്രേറ്റിംഗ് ആക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ടീ, കോഫി അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിലെ കഫീനാണ്. അപ്പോൾ കഫീൻ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ആക്ഷൻ നോക്കിക്കഴിയുമ്പോഴേക്കും അതൊരു ഡൈയൂററ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഡൈയൂററ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി യൂറിനേറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ചുകൂടെ എക്സ്ട്രാ എമൗണ്ടിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യും. ഈ ഒരു ഡൈയൂററ്റിക് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ യൂറിനേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാ എമൗണ്ട് ഓഫ് വാട്ടർ ലോസ് ആകുന്നു എന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് ഉണ്ടാകും, നമ്മുടെ ബോഡിയിൽ നിന്ന് കുറേ എമൗണ്ട് വാട്ടർ ലോസ് ആവുന്നുണ്ട്, അതിനർത്ഥം നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ആവുന്നു എന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി ആദ്യമായിട്ട് സ്റ്റഡി നടന്നത് ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു, വിച്ച് ഇസ് ഇൻ 1928. അപ്പോൾ ആ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അതിൽ പാർട്ടിസിപ്പൻസ് ജസ്റ്റ് 3 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് അവർ 2 മാസത്തേക്ക് ടീ ആൻഡ് കോഫി കൺസ്യൂം ചെയ്യാനേ പാടില്ല. ആൻഡ് 2 മാസം അവസാനമായപ്പോൾ ഇവർക്ക് ഹൈ ഡോസിൽ ടീ, കോഫി കൊടുത്തില്ലെങ്കിൽ കഫീൻ കൊടുത്തു. അപ്പോൾ അവർക്ക് ഉണ്ടായ റിസൾട്ട് എന്തെന്ന് വെച്ചാൽ അവരുടെ യൂറിൻ്റെ ലെവല് 50% ഇൻക്രീസ് ആണ് ഉണ്ടായത്. ഒരു നോർമൽ യൂറിനേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി 50% ഇൻക്രീസ് ആണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സ്റ്റഡിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന്, അവർ 2 മാസത്തേക്ക് ഒരു തരത്തിലുള്ള ടീയോ കോഫിയോ കൺസ്യൂം ചെയ്തിട്ടില്ല. രണ്ടെന്ന് പറയുന്നത് അവർ ആ ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് പിന്നെ കൺസ്യൂം ചെയ്തപ്പോൾ അവരുടെ ആ ഒരു യൂറിൻ്റെ ലെവൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡബിളായി. ഇനിയിപ്പോൾ നമ്മൾ റീസെന്റ് സ്റ്റഡീസിലോട്ട് വരുമ്പോഴേക്കും 15-ൽ 12 സ്റ്റഡീസും പറയുന്നത് കഫീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് പ്ലെയിൻ വാട്ടർ ആക്ട് ചെയ്യുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റഡീസിനും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡയറക്റ്റ്ലി ടീ ആൻഡ് കോഫി നമ്മളെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈവൻ ദോ ഡയൂററ്റിക് ആയിട്ട് എന്തുകൊണ്ട് നമ്മളെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല? അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കഫീൻ ആസറ്റ്സ് അല്ല കൺസ്യൂം ചെയ്യുന്നത്, ഒരു ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അതിനെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ കഫീൻ്റെ ആ ഒരു ഡയൂററ്റിക് ഇഫക്റ്റിനെ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്ന ഫ്ലൂയിഡ് നള്ളിഫൈ ചെയ്ത് വിത്ത് നോ എഫക്റ്റ് ആയിട്ട് വരും. ഇനി ആർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ഡയൂററ്റിക് ഇഫക്റ്റ് കാണുന്നത് കൂടുതലായിട്ടും? നിങ്ങൾ ഒരു ടീ, കോഫി കൺസ്യൂമർ അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ ടീയും കോഫിയും കൺസ്യൂം ചെയ്യുന്നില്ല, അങ്ങനെയുള്ള നിങ്ങൾ പെട്ടെന്ന് ഹൈ എമൗണ്ട് ഓഫ് ടീ, കോഫി എടുക്കുമ്പോൾ ഓഫ്കോഴ്സ് നിങ്ങളുടെ യൂറിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ആകും. ആൻഡ് പേടിക്കേണ്ട, അത് ടെമ്പററി ആണ്. പോകെ നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്ത് വരും. ഇനി റെഗുലർ കൺസ്യൂമർ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ റെഗുലർലി ഒരു 2 cups ഓഫ് ടീ, കോഫി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരത്തില്ല, നോർമൽ യൂറിൻ ഔട്ട്പുട്ട് ആയിരിക്കും. ആൻഡ് ഡയൂററ്റിക് എഫക്റ്റ് അവിടെ പ്രത്യേകിച്ച് ഡോമിനൻ്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ബോഡി ഓൾറെഡി ആ ഒരു ഇഫക്റ്റോട് അഡാപ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടീ, കോഫിയിൽ ഏതാണ് ഡീഹൈഡ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? അതിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഷുഗറാണ് ശരിക്കും ഇതിൽ ഡീഹൈഡ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ ടീ, കോഫി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെ ഷുഗർ കണ്ടന്റ് കുറച്ചാൽ തന്നെ നമ്മളെ എങ്ങനെയാണ് ഒരു നോർമൽ വാട്ടർ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ ടീക്കും കോഫിക്കും ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഷുഗർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ഒരു യൂറിൻ ഔട്ട്പുട്ടിനെ അത് ഇൻക്രീസ് ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള ടിഷ്യൂസിൽ നിന്നും സെൽസിൽ നിന്നും അത് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ സെൽസിനെ ഹൈഡ്രേറ്റ് ചെയ്യും. പക്ഷെ ഓവറോൾ നമ്മുടെ ബോഡീനെ അത് ഡീഹൈഡ്രേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേടിക്കാതെ നിങ്ങൾ ടീയും കോഫിയും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തോളൂ. അതിൽ റിമെമ്പർ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിലെ ഷുഗർ കണ്ടന്റിൽ മൈൻഡ്ഫുൾ ആയിരിക്കുക. താങ്ക് യു.